നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ ഇൻ്റർവ്യൂ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. പോളോ ആൽവരസുമായിട്ട് ലിയോ മെസ്സി നടത്തിയ ആ ഒരു സംഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഫുട്ബോൾ പ്രേമികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, MSN വീണ്ടും ഉണ്ടാകുമോ? ബാഴ്സലോണയിൽ മാസ്മരിക പ്രകടനം നടത്തിയ മെസ്സി, സുവാരസ്, നെയ്മർ സഖ്യം ഇനി ഇന്റർ മയാമിയിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടുമോ? ഈ ചോദ്യത്തിന് ലിയോ മെസ്സി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്, ഞാനും സുവാരസും നെയ്മറും എപ്പോഴും സംസാരിക്കാറുണ്ട്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ചാറ്റ് ഉണ്ട്, ഞങ്ങൾ 3 പേരും. നെയ്മർ നന്നായിട്ട് സ്പാനിഷ് സംസാരിക്കും, അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ആ ഗ്രൂപ്പ് ചാറ്റിൽ സംവദിക്കാറുണ്ട്. അതിലൊരു ചോദ്യം, അദ്ദേഹത്തെ ഇനി ഇന്റർ മയാമിയിലേക്ക് എത്തിക്കുമെന്ന് ചോദിച്ചാൽ നോ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെയ്മറെ മയാമിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നെയ്മർ ഇപ്പോൾ സൗദി അറേബ്യയിലാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന് 1 വർഷം കൂടി കോൺട്രാക്റ്റ് ബാക്കിയുണ്ട്. ഒരു ടഫ് ഇയർ ആണ് അവന് ഇപ്പോൾ കടന്നു പോയത്. ഇഞ്ചുറി ആയിരുന്നു, കുറേ കാലമായിട്ട് പുറത്താണ്. സോ ഇപ്പോൾ ഡിഫിക്കൽട്ടാണ്, സംശയമില്ല. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിക്കും? ആ 1 വർഷം കൂടി അവിടെ കളിച്ചിട്ട് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ജീവിതം അങ്ങനെയാണല്ലോ, ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് സംഭവിക്കുന്നതാണ്. എന്തും സംഭവിക്കാം. പക്ഷെ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ നോ എന്നായിരിക്കും എനിക്ക് പറയാനുണ്ടാവുക എന്നാണ് ലിയോ മെസ്സി പറയുന്നത്. മെസ്സി പറഞ്ഞ പോലെ ജീവിതം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞതാണ്. ബാഴ്സലോണ വിട്ട് മെസ്സി PSG ചേരുമെന്ന് ആരെങ്കിലും കരുതിയോ? മെസ്സിയും സുവാരസും നെയ്മറും ഒരുമിച്ച് ബാഴ്സയ്ക്ക് ശേഷം കളിച്ചില്ലെങ്കിലും മെസ്സിയും നെയ്മറും ഒരുമിച്ച് PSG കളിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി ഭാവിയിൽ മയാമിയിൽ 3 പേരും ഒരുമിക്കുമോ? അത് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ നെയ്മറെ മയാമിയിലേക്ക് എത്തിക്കുമോ എന്ന് ചോദിച്ചാൽ നോ എന്ന് പറയാൻ കഴിയൂ എന്നാണ് ലിയോ മെസ്സി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. വരുന്ന വീഡിയോകളിൽ നമുക്കതൊക്കെ ഒന്ന് പരിശോധിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.